വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് മോട്ടോ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ 2024 മോഡൽ എക്സ്പൾസ് 4V ആണ് ഉള്ളത്. അപ്പോൾ ഇതെടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്തേ ആയിട്ടുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. അപ്പോൾ അവൻ വണ്ടി എടുത്തിട്ടൊരു എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 1 മന്ത് കഴിഞ്ഞു. ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. വണ്ടിയുടെ 1100 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഓടിയിട്ടുള്ളത്. 1110 ഇപ്പോൾ ഓർഡർ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ഇന്ന് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഇതിന് ഏകദേശം ഒരു 50-60 ഉള്ളിലേക്ക് ആയിട്ടാണുള്ളത്. ബട്ട് എക്സാക്ട്ലി എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ അഡ്വഞ്ചർ 390യുടെ മൈലേജ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിതുപോലെ കുറച്ച് മൈലേജ് ടെസ്റ്റ് വീഡിയോകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തായാലും 4V ഉണ്ട്. ഇതിൻ്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പെട്രോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ അവനോട് 2-3 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടിക്കണ്ട, ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങി. നമുക്ക് എന്തായാലും പട്ടാമ്പി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ഗുരുവായൂരിൽ നിന്ന് പട്ടാമ്പി എത്തുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള പെട്രോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ അവിടുന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഓൾറെഡി ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ എക്സ്പൾസ് 4Vയുടെ എക്സാക്ട് മൈലേജ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ഇതേ കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്ലി. കംപ്ലീറ്റ് ഫ്യൂലും കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ വണ്ടി അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് റീഫ്യൂൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം എന്തായാലും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുമ്പത്തെ വണ്ടികളിൽ ചെയ്തിരുന്ന പോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ 1 ലിറ്ററിൽ ഏകദേശം എത്രയ്ക്ക് ഓടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു മൈലേജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 1 ലിറ്റർ പെട്രോൾ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ കറക്റ്റ് 1 ലിറ്റർ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 1 ലിറ്റർ ഒഴിച്ച് എക്സ്പൾസ് ആയിട്ട് എനിക്ക് തോന്നുന്നു പട്ടാമ്പിയിൽ പോയി തിരിച്ചു വരുന്നവരെ കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന് നമുക്കൊരു 50 to 60 കിലോമീറ്റർ വരെ ഇതിൻ്റെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ 1 ലിറ്റർ കംപ്ലീറ്റ്ലി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് പെട്രോൾ കറക്റ്റ് 1 ലിറ്റർ ഒഴിച്ചു. നമുക്കിനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ ഒന്ന് നമുക്ക് ട്രിപ്പ് 1 0ലേക്ക് സെറ്റ് ചെയ്യണം. ആൻഡ് ഇതിൽ നമ്മൾ ഓടിയിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ കവർ ആവുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്ററിലുള്ള ഫിഗേഴ്സ് നമുക്ക് മൈലേജ് കാണിക്കുന്നത് കറക്റ്റ് ആണെന്നും കൂടി നമുക്കിതിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മീറ്റർ 1 എന്ന് പറയുന്നത് ട്രിപ്പ് 1 നമ്മളിത് 0ലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പ് 1 0ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 0.0 km ആണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ നമ്മുടെ ഓഡോമീറ്റർ 1123 കിലോമീറ്ററിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ പാറയമ്പാടം പെരുമ്പിലാവ് സെൻറ്ററിലാണുള്ളത്. ഇവിടുന്ന് നേരെ പട്ടാമ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പട്ടാമ്പിയിലേക്ക് ഇനി അധികം ദൂരമില്ല. ബട്ട് തിരിച്ച് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ ഒരു 1 ലിറ്റർ എന്തായാലും തീരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നമ്മൾ കൂടുതലും ഹൈവേ റണ്ണാണ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 5th ഗിയറിലൊക്കെ തന്നെയായിരിക്കും നമ്മൾ കൂടുതലും പോകുന്നുണ്ടാവുക. ബട്ട് ഒരു എക്സ്പൾസ് ഓടിക്കുന്ന ഒരാളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ വണ്ടി ഉപയോഗിക്കുന്നത് അതേ ഒരു മെത്തേഡ് തന്നെയാണ്. കംപ്ലീറ്റ് ഹൈവേ അല്ല. ഇപ്പോൾ പട്ടാമ്പി റോഡ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് അറിയാം. ഈ ഒരു ലെവലിലുള്ള ഹൈവേ ആണ്. ഇതുപോലുള്ള ട്രാഫിക്കുകൾ വരും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഫുൾ ഗിയറിൽ ഓടിക്കാനുള്ള റോഡുകളും സ്ട്രെച്ചും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു റൈഡിങ് കണ്ടീഷനിൽ, മിക്സഡ് ആയിട്ടുള്ള റൈഡിങ് കണ്ടീഷനിൽ എക്സ്പൾസ് 204V 2024 മോഡലിൽ എത്രത്തോളം മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫ്യൂൽ എക്കണോമി എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനായിട്ടൊക്കെ വളരെ കുറവാണ് നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് പറ്റിയത്. അതിൽ ഭയങ്കരമായിട്ട് ഞാൻ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒരു 50 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബട്ട് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. 30.1 കിലോമീറ്ററാണ് 1 ലിറ്റർ പെട്രോളിൽ നമ്മൾ ഓടിയത്. ഞാനൊന്ന് ടാങ്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കുറവാണ് ഓടിയെന്ന് പറയുമ്പോൾ. ഡ്രൈ ആണ്. ഇതിനുള്ളിലൊന്നും തീരെ പെട്രോൾ ഇല്ല. അതായത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി പെട്രോള്. പക്ഷേ I don't know, നമ്മളത് തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 50 ഒക്കെ നമ്മളൊരു മിനിമം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി
ഇത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും വളരെ കുറവായി പോയി. 30.1 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് എക്സ്പൾസിൻ്റെ. ഐ ഡോണ്ട് നോ മാൻ വാട്ട് ഹാപ്പൻ. ചിലപ്പോൾ ഇതിൻ്റെ ഇനിയൊരു കംപ്ലീറ്റ് സർവീസ്, ഫസ്റ്റ് സർവീസ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഫിഗേഴ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടേണ്ടതാണ്. മേ ബി അടുത്ത 2-3 സർവീസുകളൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരായിരിക്കും. ബട്ട് അതിലത് വലിയൊരു പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് തന്നിട്ടുള്ള മൈലേജ് 30 കിലോമീറ്ററാണ്, 30.1 ആണ്. നമ്മളെന്തായാലും ബാക്കി ഫ്യൂല് വെച്ച് വണ്ടി റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്തത് എക്സ്പൾസ് 200 2024 മോഡല് ഒരു 1000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. എക്സാക്ട്ലി പറഞ്ഞാൽ 1110 കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് അങ്ങോട്ടാണ് നമ്മൾ ടെസ്റ്റ് തുടങ്ങിയത്. അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് സർവീസുമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ മിക്സ്ഡ് ആയിട്ടുള്ളൊരു റൈഡിങ് സിറ്റുവേഷൻ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മൾ വരുന്ന വഴിയിൽ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മിക്സ്ഡ് ഗിയറിംഗ് ആയിരുന്നു. നമ്മൾ 3rd 4th ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ എക്സ്പൾസ് 200 ഇപ്പോൾ തന്നിട്ടുള്ള മൈലേജ് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ച് നോക്കിയ സമയത്ത് 30.1 കിലോമീറ്റർ ആണ്. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് പലരുടെ വണ്ടിക്കും പല ഫിഗേഴ്സ് ആയിരിക്കും. കാരണം 30.1 എന്ന് പറയുന്നത് അതിനൊക്കെ കൂടുതൽ എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി നമ്മുടെ റൈഡിങ്ങിൻ്റെ പല കണ്ടീഷൻസ് വരുമ്പോൾ, അതായത് പല സിറ്റിയിലും ട്രാഫിക്കിലും ഒക്കെ ഉള്ള റൈഡിങ് വരുമ്പോൾ ഒബ്വിയസ്ലി മൈലേജിൽ നല്ല വേരിയേഷൻസ് വരാം. അപ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, ഈ വണ്ടിയിൽ ഞാൻ ഓടിക്കുന്ന എൻ്റെ റൈഡിങ് സ്റ്റൈലിലാണ് നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്നത്. നിങ്ങളുടെ വണ്ടിയിൽ ഇത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എനിവേ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് ഫിഗേഴ്സ് എത്രയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മോട്ടോ കിഡ് വ്ലോഗ്സ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ. ദിസ് ഈസ് സൈനിങ് ഓഫ് മോട്ടോ കിഡ്.